ബാങ്കിംഗ് സംവിധാനത്തിന്റെ പൊതു സ്വഭാവം തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബാങ്ക് ജീവനക്കാർ. ജനുവരി 10-11 തീയതിയിൽ ചേരുന്ന ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിൽ സമരപരിപാടി ആവിഷ്കരിക്കും. പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തിലെ മാറ്റങ്ങൾക്ക് UPA സർക്കാർ തുടക്കം കുറിച്ചെങ്കിലും BJP സർക്കാർ അപകടകരമായ വിധത്തിലാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതെന്നും ബഫി മുൻ നേതാവ് സജി വർഗീസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഔദ്യോഗിക സംഘടനകളായ ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെയും ഓഫീസേഴ്സ് യൂണിയന്റെയും സംയുക്ത സമ്മേളനം 6ാമത് സംസ്ഥാന സമ്മേളനം പാലക്കാട് മംഗളം ടവേഴ്സിനടുത്തുള്ള മുഹമ്മദ് ബാഗ് ഈവന്റ് സെന്ററിൽ വെച്ചിട്ട് 10-11 തീയതികൾ ജനുവരി 10-11 തീയതികളിൽ നടക്കുകയാണ്. ബാങ്കിംഗ് മേഖല നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്. ജനങ്ങളുടെ സമ്പാദ്യമാണ് ഈ ബാങ്കുകളിലാകെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇന്ത്യയിലെ ബാങ്കിങ്ങിന് മറ്റ് രാജ്യങ്ങളില്ലാത്ത രൂപത്തിൽ സമാനതകളില്ലാത്ത ഒരു രീതിയാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ സാമൂഹ്യ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ ഒക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ജനങ്ങളുടെ നിക്ഷേപത്തെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പശ്ചാത്തല മേഖലയുടെ വികസനമാണെങ്കിലും ഉൽപാദന സേവന മേഖലയുടെ വികസനമാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യയിൽ നടന്നു പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 3-3.5 പതിറ്റാണ്ടുകൾ തന്നെ ഇന്ത്യയുടെ ബാങ്കിങ്ങിന്റെ ഒരു സ്വഭാവവും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തന രീതികളിലും വലിയ മാറ്റം വന്നിരിക്കുകയാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം വലിയ തോതിൽ ചുരുക്കിയിരിക്കുന്നു. 27 പൊതുമേഖലാ ബാങ്കുകളെ ലയനങ്ങൾ വഴി 12 ബാങ്കുകളായി മാറ്റിയപ്പോൾ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ സെമി അർബൻ ഏരിയയിലുള്ള ബാങ്കുകളുടെ ശാഖകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. യഥാർത്ഥത്തിൽ പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയും ബാങ്കിംഗ് ലയനം ത്വരിതപ്പെടുത്തിയും ബാങ്കിംഗ് സ്വഭാവത്തിന് മാറ്റം വരുത്തുകയാണ്. ബാങ്കിംഗ് ലയനം നടപ്പിലാക്കിയതോടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12ആയി കുറഞ്ഞു. രാജ്യത്തെ 1.5 ലക്ഷത്തോളം പഞ്ചായത്തുകളിൽ ബാങ്കിംഗ് സംവിധാനമില്ലാത്ത അവസ്ഥയാണ്. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രാമീണ ബാങ്കുകളെ തകർക്കുന്ന നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ബാങ്കിംഗ് മേഖലയിലെ നവ ലിബറൽ നയം മൂലം ലക്ഷക്കണക്കിന് തൊഴിലവസരമില്ലാതായി. സാമൂഹിക വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ബാങ്കിംഗ് മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ശക്തമായ സമരം ആവശ്യമാണ്. വർക്ക്മെൻ ജീവനക്കാരും ഓഫീസർമാരും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേരള ഗ്രാമീൺ ബാങ്കിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ രണ്ട് സംഘടന, കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയനും കേരള ഗ്രാമീൺ ബാങ്ക് ഓഫീസേഴ്സ് യൂണിയനും ബാങ്കിലെ 70% ജീവനക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളാണ്. ബാങ്കിലെ ഒരേ ഒരു അംഗീകൃത സംഘടനയാണ്. ഈ സംഘടനയുടെ യോജിച്ചുള്ള 6ാമത് സംസ്ഥാന സമ്മേളനത്തിലാണ് പാലക്കാട് ജനുവരി 10-11 തീയതികളിൽ നടക്കാൻ പോകുന്നത്. സമ്മേളനത്തിലേക്ക് വരുമ്പോൾ നിരവധിയായ വിഷയങ്ങളാണ് ബാങ്കിംഗ് മേഖലയെ സംബന്ധിച്ചുള്ള നേരിടുന്ന പ്രതിസന്ധികൾ. അത് ഗ്രാമീൺ ബാങ്കിംഗ് മേഖലയിലും അതേ പ്രതിസന്ധികൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഇന്നിപ്പോൾ 28 ഗ്രാമീൺ ബാങ്കുകളാണ് നിലവിലുള്ളത്. ഒരു സംസ്ഥാനത്ത് ഒരു ഗ്രാമീൺ ബാങ്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഗ്രാമീൺ ബാങ്കുകളും സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ബിഗേഷ് ഉണ്ണിയൻ, ഓഫീസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി രാജേഷ്, ജനറൽ കൺവീനർ നിതിൻ മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.